വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ തന്നെ ഞങ്ങൾ ഇന്നും വീണ്ടും ഒരു ഗേൾസ് ഡേ ഔട്ടിന് ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ പൊതുവെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ പുറത്തൊക്കെ പോകാനുള്ള സമയം കിട്ടിയത്. അതെ, എല്ലാരും ഞങ്ങൾ നാലാളും കൂടെ ഇടക്കൊക്കെ ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ്ടേ. ഇപ്പത്തെ സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നമ്മൾ അധികം ഷൂട്ട് തിരക്ക് ഞാൻ പോകുന്നതിന്റെ മുന്നേ വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കായിട്ടുള്ള സമയം വളരെ കുറവാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വിചാരിച്ചു അതുകൊണ്ട് തന്നെ 5 വരുന്ന സമയത്ത് എങ്ങനെങ്കിലും ഒരു ഗേൾസ് ഡേ ഔട്ട് ഒരു ദിവസമെങ്കിലും ഞങ്ങൾ അങ്ങനെ ഒരു ഗേൾസ് ഡേ ഔട്ട് എന്നുള്ള ഒരു ദിവസം എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു ദിവസമാണ്. അതെ, കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് പോയത്. പക്ഷെ ഇത്തവണ ഞങ്ങൾ നേരത്തെ ഇറങ്ങാൻ വളരെ നേരത്തെയാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ഇവരെ കൂട്ടത്തിൽ ഞാനാണ് പങ്ക്ച്വലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് സമയത്തിന് റെഡിയായി. പങ്ക്ച്വാലിറ്റി തീരെയില്ലാത്തത് എനിക്കാണ്. അതെ, അപ്പൊ ഞാൻ കറക്റ്റ് സമയത്തിന് റെഡിയായി. ഞാനും കറക്റ്റ് ഷാമി റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഷാമിക്ക് ആ ഡ്രസ് ഇടണോ ഈ ഡ്രസ് ഇടണോ മറ്റേതുണ്ടോ, അതായത് കുറെ സമയം പോയി ഞങ്ങളതായിട്ടുള്ള ഒരു ദിവസം പോകുന്ന സമയത്ത് ഞങ്ങൾ കാര്യമായി ഒരുങ്ങിയിട്ടൊക്കെയാണ്. അങ്ങനെ വിചാരിക്കും, പക്ഷെ കാര്യമായിട്ട് ഒരുങ്ങാൻ പറ്റില്ല. കണ്ടോ, ഞാൻ ഒരു ടീഷർട്ട് മാത്രം ഇട്ടിട്ടാ ഗൈസ് പോണത് ഇപ്പൊ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇന്ന് നേരത്തെ ഇറങ്ങാൻ പോവാണ്. പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. ഞാനൊരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്, കാണിച്ചേരേ. ഓക്കെ ഗൈസ്, ഇത് കാക്കന്റെ കാർഡാണ് ഗൈസ്. കാക്കന്റെ കാർഡ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇന്ന് ഗേൾസ് ഡേ ഔട്ടിന് പോകുന്നത്. സല്ലുവിനോട് ഈ വീഡിയോ കാണുന്നതോ എഡിറ്റ് ചെയ്യുന്നതിലോ കൂടെ ഈ മനസ്സിലാക്കിക്കോളൂ. അതെ, അല്ലെങ്കിൽ പൈസ പോകുമ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹരം വേണ്ടേ ഗൈസ് ഇന്ന് ഗേൾസ് ഡേ ഔട്ടിന് പോകുമ്പോ. അതെ, സ്പോൺസർ ആയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഒരേപോലെ ചെയ്യാനൊരു സാധനം ഞങ്ങളെ 3 ആളെ മനസ്സിലുണ്ട്. അതാണ് ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോഴായിരിക്കും മിക്കവാറും ആദ്യം ഞെട്ടാൻ പോണത്. നമുക്ക് ഇറങ്ങിയാലോ? ലേറ്റ് ആക്കണം ഗൈസ്, നമുക്ക് വേഗം ഇറങ്ങാം. ഇപ്പൊ അവിടെ ഇല്ലട്ടോ, ഓൻ പുറത്തു പോയതാണ്. നമുക്ക് പുറത്തെത്തിയിട്ട് സല്ലുവിനെ വിളിച്ചിട്ട് പറയാ സാധനം എടുത്തിട്ടുണ്ട്. ഇതാണ് ഗൈസ് സ്ട്രീറ്റ് ഡ്രസ്സ്. ഞങ്ങൾ ഗേൾസ് ഡേ ഔട്ട് എന്ന് പറയുമ്പോ നല്ല ഡ്രസ്സ് കിട്ടി ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇവര് രണ്ടാളും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ മാത്രം നല്ല ഡ്രസ്സ്. അറിയോ, ഞാൻ വരുന്ന സമയത്ത് ഷാമിയും കുറച്ച് എത്തനിക് ആയിട്ടുള്ള ഡ്രസ് ആയിരുന്നു. ഇപ്പൊ ഇവർ രണ്ടാളും ഒരുപോലെ ഏകദേശം ഞാൻ മാത്രം ഒറ്റക്കുറുക്കലായി. അല്ല, ഞാൻ ഇല്ല, നമ്മള് 3 ആളും 3 രീതിയിൽ അങ്ങോട്ട് നോക്ക്. ഇത് കണ്ടോ, ഞങ്ങള് 3 ആളും 3 രീതിയിലുള്ള ഡ്രസ്സിലാണ് കൈസ് ഇറങ്ങുന്നത്. കാക്ക വരുന്നതിന് മുന്നേ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പ്ലാനൊക്കെ പൊളിയും. അപ്പൊ നമുക്ക് വേഗം ഇറങ്ങാം. പാവം കൈസ് ഒന്നും അറിയാതെ ഞങ്ങളവിടെ ടാറ്റ പറയാണ്. ഞങ്ങൾ കാട്ടെടുത്ത വിവരൊന്നും അറിഞ്ഞൂടാ. പോയേരാട്ടോ. ഫോൺ മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്ത് നടക്ക്. ഇടയ്ക്ക് ടെക്സ്റ്റ് മെസ്സേജ് ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ എവിടെ പോണെങ്കിലും ട്രിപ്പ് പോണ പോലെ ഗൈസ് പോവാ. ടാറ്റൊക്കെ പറഞ്ഞ് നല്ല മഴക്കാറുണ്ട്. നല്ലൊരു കാലാവസ്ഥയാണ് ഗൈസ്. മഴ പെയ്ത് നല്ല രസം ഉണ്ടാവേനും. കാക്ക ഇതുവരെ അറിയില്ല ഗൈസ് ഞങ്ങൾ കാർഡ് എടുത്ത് വരും. ഞങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കാക്കണ്ടി എന്നാലും കുറച്ച് അല്ലേ രസല്ലേ. ഷാമിക്ക് അന്നൊരു ചാലഞ്ച് ചെയ്തേന്ന് ഒരു ടോപ്പ് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോപ്പല്ല, ഡ്രസ് എന്ന് പറഞ്ഞത് ടോപ്പാണ്. പക്ഷെ നമ്മളത് പറഞ്ഞു, അതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് എത്ര രൂപയൊന്നും പറഞ്ഞില്ല. അത് തോന്നിയ പോലെ എടുക്കും. ഇഷ്ടമുള്ള ഡ്രസ് എടുക്കും. അപ്പൊ വിളിച്ചു പറഞ്ഞാലോ നമുക്ക്. അതെ, അതാ നല്ലത്. എന്തായാലും ഞങ്ങൾ അവനെ മുടിപ്പിക്കാനൊന്നും പോണില്ല. പക്ഷെ പെട്ടെന്ന് പൈസ പോണ അക്കൗണ്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ പേടിക്കും, എന്ത് പറ്റി ബ്ലോക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതെ, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഒന്നും നടക്കൂല. അപ്പൊ അതുകൊണ്ട് വിളിച്ചു പറയാം. അപ്പൊ സല്ലുവിനോട് പറയാ, ഇപ്പൊ ഫോണ് നോക്കാൻ പറഞ്ഞത് ഞങ്ങള് ചെറുതായിട്ടൊന്ന് കാർഡ് എടുത്തിട്ടുണ്ട്. എനിക്ക് പറയുന്നത് നല്ലത്. എന്നിട്ടാണ് എനിക്കിത് അറിയാൻ. അല്ല, ഓരെന്തോ ഒരു ഡൗട്ട് ഞാൻ അങ്ങനെ ആരെന്ന് പറഞ്ഞിട്ടല്ല. ഹലോ സല്ലു, ഞാൻ എന്തിനാ വരുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞത് നിനക്കറിയോ? ഫോൺ അടയ്ക്ക് നോക്കിക്കോ. എന്റെ കാർഡ് എവിടെയാണുള്ളത് നമുക്കറിയോ? കാർഡ് ഞങ്ങള് ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. അതെ, എന്റെ ക്രെഡിറ്റ് കാർഡ് തന്നെ. എന്തോ അല്ല, എനിക്ക് ഏതായാലും മറ്റേ ചാലഞ്ചിന്റെ ഡ്രസ് വാങ്ങി തരാല്ലേ? എടാ, ഈ ഇതേപോലെ ഒരു ചാലഞ്ചിന് ജയിച്ച സമയത്ത് ഓളോട് പറഞ്ഞ് പല ചാലഞ്ചിനും ഞങ്ങളൊക്കെ ജയിച്ചിട്ടുണ്ട് സല്ലു. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണം. അപ്പൊ അതിനൊന്നും എടുത്തുണ്ട്. അല്ല, വേറെ ചാലഞ്ചിന് ജയിച്ചിട്ടുണ്ട്, 5 വേറെ ചാലഞ്ചിന്
പറഞ്ഞിട്ട് എന്തൊക്കെ ഓഫർ ചെയ്താ ഒന്നും ഇതുവരെ മേടിച്ചില്ല. അല്ല ഇവനെ വെറും ഓഫറിങ് മാത്രമേ ഉള്ളൂ, ഇതുവരെ ഒന്നും കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് കാർഡ് എടുത്ത് പോയി ഞങ്ങളതായ രീതിയിൽ വാങ്ങി തിരിച്ചു മാന്യമായി ചോദിച്ചു. ടോപ്പല്ല ഡ്രസ് ഡ്രസ്സിനും ടോപ്പിനും വലിയ വില കൊടുക്കേണ്ടി വരും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിക്ക് വേറെ ഒന്നും ഇടാല്ലേ ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്തായാലും ഡ്രസ് വേണം. ആ ഡ്രസ് എന്തായാലും വേണം ഗൈസ്. പിന്നെ ഇവർക്ക് മറ്റേ ചാലഞ്ചിൽ കുറെ ഇവരും ജയിച്ചില്ലേ, അപ്പൊ ഇവർക്കും എന്തെങ്കിലും വാങ്ങി കൊടുക്കണേ. കാക്ക ഇങ്ങനെ ഇതേപോലെ എത്ര ഓഫർ ചെയ്തിട്ടുണ്ട്, ഇവർ വാങ്ങി കൊടുത്തില്ലല്ലോ. അല്ല അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും ബുദ്ധിമുട്ടല്ല, ഞങ്ങൾക്ക് അറിയാം. ഓഫർ ചെയ്യുമ്പോ കാക്ക അറിയാലോ കാക്കണ്ണേന്ന് പൈസ പോകുന്നുള്ള കാര്യം. അതെ, എന്തായാലും ഞങ്ങൾ എടുത്തേണ്ടെന്ന് അറിയിക്കാൻ വിളിച്ചതാ. ഇനി അഥവാ മെസ്സേജില് ഒരു 10,000 പോയി, ഒരു കൂടുതൽ പറയുന്നില്ല, അതൊക്കെ പോകുന്ന സമയത്ത് ഞെട്ടരുത്. ഇല്ല സമ്മതിക്കില്ല സെല്ലു പ്ലീസ് അല്ലേ, ഞങ്ങള് പറഞ്ഞില്ല എന്നോട്. ആ വാക്ക് പാലിക്കണം. സൽമാൻ എന്ന് പറഞ്ഞൊരു ഓട്ടോ പോയി, ഇതൊരു ശുഭലക്ഷണമായിട്ട് ഞങ്ങൾ കണക്കാക്കും. മൗനം സമ്മതം. അതങ്ങനെ ചെയ്യുള്ളൂ, ഞങ്ങൾ അങ്ങനെ ചെലവാക്കുന്ന ആൾക്കാരല്ലോ. ആ ആയിക്കോട്ടെ, ശരി എന്നാലേ. ഹായ്. തൊണ്ട ഇടർന്നു. നമ്മള് പറഞ്ഞിട്ടുണ്ട്, ഇനി പറഞ്ഞില്ല എന്നുള്ള വിഷമമില്ല. അല്ല ഞാൻ പെർമിഷൻ ഏകദേശം കിട്ടിയ പോലെയാണ്. പിന്നെ നമ്മൾ അങ്ങനെ ചെലവാക്കൊന്നുമില്ല. എടുത്തിട്ടുണ്ട് ഫുൾ നമ്മളതായിട്ടുള്ള ഇപ്പൊ ഗേൾസ് ഡേ ഔട്ട് എന്ന് പറയുമ്പോ നമ്മളെ പൈസ തന്നെ ചെലവാക്കണ്ടേ. വാഗ്ദാനം ചെയ്ത പൈസ ഓൻ തരണം, അത്രേ ഉള്ളൂ. അത്രേ ഞങ്ങൾ എടുക്കുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മോളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. പക്ഷെ അതിന് മുന്നേ ശ്രീന്റെ ഈ ബ്രിയോനൊന്ന് കഴുകണം. കിട്ടിയ ചാൻസ് നമ്മൾ കഴുകാൻ പറ്റില്ല. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങും ഒരു ടൈം ആവും. അപ്പത്തേക്കും ഒന്ന് കഴുകാൻ കൊടുക്കാറ് നല്ല വൃത്തി നമ്മൾ പോകുമ്പോഴത്തേക്കും നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കിട്ടും. പോയിട്ട് വരെ. അപ്പൊ ഗൈസ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ 3 പേര് ഒരേപോലത്തെ ചെരുപ്പ് വാങ്ങാൻ പോകുന്നത്. ഞങ്ങൾ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഒരേപോലത്തെ ചെരുപ്പ്, ഇപ്പൊ ഇട്ടിരിക്കുന്നതല്ല, ഞങ്ങൾക്ക് ക്രോക്സ് ഒരേപോലത്തെ ഉണ്ട്. പക്ഷേ കളറിന്റെ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്റെ ഷാമിന്റെ ഏകദേശം പിന്നെ അതിന്റെ പോലത്തെ ജിബിക്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ 3 കൂടെ സെയിം ആയിട്ടുള്ള യൂണിഫോം പോലെ ഒരു ചെരുപ്പ് വാങ്ങാൻ. അങ്ങനത്തെ ഡ്രസ്സും വേണം. ഇനി ട്രിപ്പ് പോകുന്ന സമയത്ത് ഞങ്ങൾ യൂണിഫോം പോലെ പോകാം. ഒരേപോലെ ഒരേ ഡ്രസ്സ് ഒരേ ചെരുപ്പ്, കുഴപ്പമില്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കളർ. അപ്പൊ നമ്മൾ കുറെ കാലമായില്ലേ ചെരുപ്പ് വാങ്ങിയിട്ട്. അപ്പൊ ഞങ്ങളൊരു ക്രോക്സ് വാങ്ങിക്കാൻ വിചാരിച്ച്. അപ്പൊ നമുക്ക് ക്രോക്സ് അല്ല 3 ക്രോക്സ് വാങ്ങി. അപ്പൊ നമ്മൾ ക്രോക്സ് വാങ്ങി ഗൈസ്. ഈ ക്രോക്സ് ആണ് ഞങ്ങൾ വാങ്ങാൻ വിചാരിച്ചത്. പക്ഷെ ഇത് അത്രക്കും അങ്ങോട്ട് ഭംഗിയില്ല വിചാരിച്ച പോലെ. ഭംഗി കിട്ടുന്നില്ല. ആഡ് കണ്ട പുതിയൊരു മോഡൽ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഇവിടെ കാണാനില്ല. അതൊക്കെ അടിപൊളിയാണ്. ഇങ്ങനെ അതിന് ഫോട്ടോ ഉണ്ടോ? ഇവിടെയുണ്ട് ബബിള് പോലെ ഇങ്ങനെ നിൽക്കുന്ന പുതിയൊരു മോഡൽ. ഇത് സംഭവം എന്താ അറിയോ, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഭംഗിയില്ല, പക്ഷെ ഇങ്ങനെ അല്ലാതെ ഞാൻ കാണുമ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള സംഭവം ഇത് രസമാണ്. പക്ഷേ ഇതേപോലെ തന്നെയുള്ള സാധനം. ഞങ്ങൾ ക്രോക്സിൽ വന്ന പണി ചെറുതായിട്ടൊന്ന് പാളി. സാധനം ഇവിടെ വന്നിട്ടില്ല ഇതുവരെ. അതെ, ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ കണ്ടു വന്നിരുന്നു, പക്ഷെ അതിവിടെ വന്നിട്ടില്ല. പക്ഷെ ശ്രീക്ക് വേണ്ട സാധനം കിട്ടി. എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാലോ, ഒരു പർപ്പിൾ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു നോർമൽ ഇടുന്ന ആ ക്രോക്സിന്റെ തന്നെ വേറെ ഷെയ്ഡ്. അപ്പോൾ ഓൾ അത് വാങ്ങാണ് ഗൈസ്. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ഇനിയിപ്പം ക്രോക്സിന്റെ തന്നെ വേറെ ഷോറൂം ഉണ്ട്, അവിടെ പോയിട്ട് അത് ഉണ്ടോന്നുള്ളത് ഒന്ന് തപ്പിയിട്ട് അവിടെ ഉണ്ടെങ്കിൽ വാങ്ങും. അതെ, ഇപ്പം നമ്മൾ ശ്രീക്കുള്ള ജിബിക്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പർപ്പിൾ കളർ ക്രോക്സ് ആണ്. ഒന്നിതാ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അത് നല്ല രസമുണ്ട്. അല്ല കുറച്ച് വൈറ്റ് പേർഡ് പോലെ ആ ഒരു രീതിയിൽ നോക്കി നോക്കിയോ. ഇത് നല്ല ഭംഗിയില്ലേ. ശ്രീ സെലക്ട് ചെയ്ത് വെച്ചാണ്. കുറച്ച് വലുതാണ്, എന്നാലും കുഴപ്പമില്ല, രസം നല്ല ഭംഗി. നല്ലൊരു കളറിനോട് നല്ല മാച്ച് ചെയ്ത് വെക്കട്ടെ. ശ്രീൻ്റെ ഒന്നുമില്ലാത്ത ക്രോക്സ് ഇതാ നല്ല ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. നല്ല സുന്ദരനായി. നല്ല രസമുണ്ട്. ഇതില് ഈ 2 പൂവും ആണ് ഇതിന്റെ ഭംഗി. അതെ, ഇത് 2 ഞാൻ സെലക്ട് ചെയ്തതാണ്. അതെ നല്ല രസമുണ്ട്. ഈ 2 പൂ സെലക്ട് ചെയ്തത് ആരും സെലക്ട് ചെയ്തല്ല. അത് പറയാൻ ഞാൻ ഒറ്റയ്ക്ക് എന്തോ ഭാഗ്യത്തിന് ഇത് 5 സെലക്ട് ചെയ്താ, ഇത് 5 സെലക്ട് ചെയ്താ. അല്ല ഇതാ ഞാൻ സെലക്ട് ചെയ്ത് ശ്രീ. ഇത് ഞാൻ എടുത്തു. ഇത് ശ്രീ സെലക്ട് ചെയ്ത്, ഇത് 5 സെലക്ട് ചെയ്ത്. ഇതോ ഇതിങ്ങനെ അമരുമ്പോ ഇല്ല
ഇല്ല ഇത് കണ്ടോ ഇതിങ്ങനെ ചിരിക്കാനൊക്കെ. ഞങ്ങളുടെ ഫസ്റ്റത്തെ പ്ലാൻ നല്ല രീതിയിൽ പാളിയിരിക്കുകയാണ്. പക്ഷെ ശ്രീക്ക് പാളിയില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവരും കൂടി ഒരുമിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് ആ കാലങ്ങനെ കവേർഡ് അല്ലാത്തത് എനിക്ക് അത്ര ഭംഗിയുണ്ട് തോന്നില്ല. അപ്പൊ ഞാൻ കവേർഡ് ആയിട്ടുള്ള മോഡൽ തന്നെ പക്ഷെ അതെല്ലാം നമ്മൾ വിചാരിച്ച സാധനമാണ്. നമ്മൾ വിചാരിച്ച മോഡൽ എന്ന് പറയുന്നത് ഇപ്പൊ ഇട്ട് നോക്കില്ല, ഫസ്റ്റ് ഞാൻ ഇട്ട് നോക്കിയതിന്റെ അതുപോലത്തെ മോഡലിൽ പക്ഷെ ജിബിറ്റ്സ് വെക്കാനുള്ള ഹോൾസ് ഉണ്ടാവും. പക്ഷെ അത് ഇവിടെ ഇല്ല ഗൈസ്. അത് എറണാകുളം മറ്റേ ക്രോക്സിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വേണം എത്തിച്ചേരാന്ന് പറയാം. പക്ഷെ നമുക്ക് ഇട്ട് നോക്കാതെ അത് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അത് വേണ്ടെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സെയിം കാണുകയാണെങ്കിൽ എടുക്കാം, ഇല്ല സെയിം ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സ് സെയിം ആക്കാന്നുള്ള ഒറ്റ വഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഡ്രസ്സ് നോക്കാം ഗൈസ്. ഞങ്ങൾ വെറും കൈയോടെ തിരിച്ചു പോകുന്നില്ല ഗൈസ്. ഞങ്ങൾ ഞങ്ങളെ ബോയ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യും. അതെ, ഞാനിതാ ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട്. ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. നല്ല ഭംഗിയുണ്ട്, അമലേട്ടൻ ചേരും. ചേരുന്ന ഒരു സാധനമാണ്. അതെ, പിന്നെ ജുനുവിന് വേണ്ടിയിട്ട് ഷാമി ഇതും സെലക്ട് ചെയ്തത് എനിക്കറിയില്ല ഗൈസ്, ആയിട്ട് കിട്ടിയ മാറ്റും. എനിക്കറിയില്ല ജുൻക അതിടോ, കാരണം ഇങ്ങനെ താഴെ റിബ് വരുന്ന ടൈപ്പ് ജുൻക ഇടലില്ല. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇടിക്കുക അത്രേ ഉള്ളൂ വഴി ഗൈസ്. ഞങ്ങളിപ്പോൾ ബോയ്സിൻ്റെ സെക്ഷനിൽ നിന്ന് ഞങ്ങളുടെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ബോയ്സിന് ഞാൻ ജുൻകാക്ക് ഒരു പാൻറ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ, കാരണം എനിക്ക് എന്തെടുക്കണമെന്ന് കൺഫ്യൂഷനാണ്. കാരണം ജുൻകാക്ക് എന്താ വെച്ചാൽ അങ്ങനെ എല്ലാം പറ്റണമെന്നില്ല, ചില തുണികൾ പറ്റൂല, അങ്ങനെയൊക്കെ കുറച്ച് കണക്കുകളുണ്ട്. അതുകൊണ്ട് ജുൻകാനെ കൂട്ടിയിട്ട് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു പാൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, 5 അമലേട്ടന് ഷർട്ടും പാൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഷർട്ട് നോക്കിയിട്ടുണ്ട്. ഇതെടുത്തോ? അതെടുത്ത് ആ ഗ്രീൻ നമ്മൾ എടുത്തിട്ടുണ്ട്. സല്ലുവിന് ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി കുറച്ചെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഞ്ചിയുടെ പോയി ഇഞ്ചി അവിടെ എന്തൊക്കെയോ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും കിട്ടിയോ? ശ്രീയും അഞ്ചി ഇപ്പോൾ ഡ്രസ്സുകളൊക്കെ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് എനിക്കൊരു സാധനം കിട്ടിയില്ല, സാരമില്ല. ഒരു പാൻറ് കിട്ടി കേട്ടോ, വേറെ ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കണം, നല്ല വിശക്കുണ്ട് 3 ആക്കും. അപ്പം ഞങ്ങൾക്ക് 3 ആക്കും നല്ലോണം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചതിന് ശേഷം ഇനി ബാക്കിയുള്ളത് നോക്കാം. ഗൈസ്, നമ്മുടെ ഡ്രസ്സിൻ്റെ പർച്ചേസിങ് ഇത് ഒരു സ്ഥലത്തുനിന്ന് കഴിഞ്ഞു. ചെറുതായിട്ട് 1-2 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നടന്നിട്ട് നോക്കാം. പക്ഷെ കാക്കൻ്റെത് യൂസ് ചെയ്തില്ല, കാക്കൻ്റെ സല്ലുവിൻ്റെ കാർഡ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം അടുത്തേക്ക് ഞങ്ങൾ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ഒരാൾക്ക് കോഫിയും ചോക്ലേറ്റും വേണം, ചോക്ലേറ്റ് കേക്കും വേണം. അതാണ് അത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണ വഴിക്ക് ഇതാണ് നമ്മൾ തിന്നാൻ പോണത്. അത് ഇവളതും ഇത് ഇവളതുമാണ്. അല്ല, പിന്നെ ഞങ്ങൾ ഇവിടെ നോക്കിയിരിക്കാനാണോ? അപ്പം ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തു കേട്ടോ. ഞാനിത് ഇങ്ങോട്ട് എടുക്കണ്ട, ടേസ്റ്റ് ചെയ്തിട്ട് കഴിച്ച് നോക്കിയിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. മൊത്തം കഴിച്ചോടെ. ഇനി ഞാനൊന്ന് മാംഗോ ട്രസ്ലച്ചസ് കഴിച്ചോട്ടെ. ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ട്രസ്ലച്ചസ് കഴിച്ചിട്ടുണ്ട്, മാംഗോ ട്രസ്ലച്ചസ് ആദ്യമായിട്ടാണ്. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് അതെ, മിക്സ് ചെയ്യണം. ഹായ്, കഴിച്ചോട്ടെ, പുതിയ ഉണ്ടല്ലേ. വേഗം കഴിക്കും. എന്റെ ഷമി ടേസ്റ്റ് ഉണ്ട്. എനിക്കൊരു പീസ് ഉണ്ടോ? വേണ്ട ഞാൻ പറ. എനിക്ക് കുറെ നേരെ നോക്കിയിരിക്കും. 5 പറഞ്ഞാൽ ആ മാംഗോന്റെ ഇത് ഞാൻ ഓർഡർ ചെയ്തതാണ് ഗൈസ്, ഞാൻ മാത്രം ഓർഡർ ചെയ്തതാണ് ഗൈസ്, വേറെ ആർക്കും ഓർഡർ ചെയ്തത്. ആരൊക്കെ ഇവിടെ ഷുഗറൊക്കെ നിർത്താൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷുഗർ കൺട്രോൾ ചെയ്യാൻ പോവാന്നൊക്കെ. എന്നിട്ട് ഇതുവഴി പോയപ്പോൾ കേക്ക് വേണം. ഞാനിത് പറഞ്ഞു, ബാക്കി പറയുന്നത് ഞാൻ മനസ്സിൽ വെച്ചാണ്. എനിക്കിപ്പോ വേണം പറഞ്ഞിട്ട് കേറിയതാ. പിന്നെ നിങ്ങൾ കഴിക്കില്ലേ? വളരെ വൃത്തിയായി കഴിക്കില്ലേ? ഒരു കുറവില്ല. ഒരാൾ കഴിക്കുമ്പോ കാണുമ്പോ നമുക്ക് കൊതിയാവില്ല, അതിനോണ്ട് പോയാ മധുരം തിന്നിട്ട് തല അടിച്ചു പോയിട്ടിരിക്കുക. വേഗം വേറെ വല്ലതും തിന്നില്ലെങ്കിൽ എനിക്ക് ശരിക്കും തലവേദന. പോലും റിഗ്രറ്റ് വല്ലതും എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്, നല്ല റിഗ്രറ്റ് ഉണ്ട്. എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല, വിചാരിച്ചപ്പോൾ ചെയ്യാം. ഒന്ന് വെറുതെ അയ്യോ ഞാനത് ചെയ്യായിരുന്നു വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞാൻ ബിരിയാണി, നമ്മൾ 3 പേരും ബിരിയാണി എടുത്തു. ഞങ്ങൾ ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇപ്പോഴാണ് ഒരു സമാധാനമായത് അല്ലേ? വിശന്നിട്ട് ഇങ്ങനെ പൊരിയുന്നുണ്ട്. വിശന്നിരിക്കുമ്പോൾ ആരും മധുരം കഴിക്കരുത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലില്ല, ബിരിയാണി കഴിച്ചോളൂ. ബിരിയാണി കഴിച്ചിട്ട് ഇനി പറയും. അതെ, കഴിച്ചിട്ട് പറയുള്ളൂ. ഇനി അതേപോലെ ഇങ്ങനെ
എല്ലാവരെയും മധുരമില്ലാത്ത ഈ മസാലക്കുള്ള തിന്നാൻ കുത്തിയാവാൻ മധുരം കഴിച്ചതുകൊണ്ട് കഴിക്കട്ടെ. നല്ല കിട്ടിയെല്ലാം ബിരിയാണി. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെയുള്ള നല്ല ടേസ്റ്റുള്ള ബിരിയാണി, കഴിക്കാൻ പറ്റും. നല്ല ഫ്ലേവറുള്ള ബിരിയാണി, ആ ഒരു ബീഫിൻ്റെ ഫ്ലേവറുള്ള നല്ല ബിരിയാണി. ഒന്നും മിണ്ടാതെ ഒരു മൂലൊക്കെ കഴിക്കാൻ പറ്റിയ ബിരിയാണി. എനിക്ക് കേട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് രണ്ടാളത് എടുത്തുണ്ടോ? 3 കേട്, 3 പാത്രം കേട്, ഒരു ബിരിയാണി. അങ്ങനെ ഗൈസ് നമ്മളിത് ഫുഡൊക്കെ കഴിച്ച് നല്ല വയറ് നിറഞ്ഞു ഗൈസ്. ഇനി ഞങ്ങൾ പോകുന്നത് എന്തിനാ വെച്ചാൽ ഞങ്ങൾ 3 ആളും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ പോകണം ഗൈസ്. അവരെ കുഞ്ഞു കുഞ്ഞു പോളറോയിഡ്സ് ഇല്ലേ? ഈ ഫോട്ടോ ബൂത്ത് കാണലുണ്ട്. അപ്പൊ അവിടെ കയറണം എന്ന് പറയും, പിന്നെ കയറണമെന്ന് പറയും. നമ്മൾ ഈ കൊറിയൻ സീരീസിലൊക്കെ കാണുന്ന ആ സാധനം ഗൈസ്. അപ്പൊ ഞങ്ങൾ 3 ആളും കൂടെ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകണം. ഇവിടെ ടച്ച് ചെയ്തിട്ടൊക്കെ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ആ ഇത് ഫിൽറ്ററിന്റെ സെക്ഷൻ ആട്ടോ. അതെങ്ങനെയാ വേണ്ടേ? ഏതൊരു ഫിൽറ്റർ എടുത്ത് അത് ഞങ്ങൾ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. സ്മൈൽ ഫോർ ദ ക്യാമറ. ഓക്കെ, ഇനി അതുപോലെ ഇത് കൊളായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ എടുക്കാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി അത് 3 പേരുടെ ടേബിളിന്റെ മുകളിൽ രസമുണ്ടെങ്കിൽ 3 കോപ്പി എടുക്കാം. ഒറ്റ കോപ്പി ഇത് എങ്ങനെ എടുത്ത് എങ്ങനെ ഉണ്ട് നോക്കട്ടോ. കിട്ടി 2 പ്രിന്റ് കൊള്ളാട്ടോ. കൊറേ ആയി വിചാരിക്കുന്നു, ഇപ്പൊ കറക്റ്റായി. ഇത് ഫിൽറ്ററൊക്കെ അറിയാതെ തൊട്ട് ഇത് സംഭവം എന്താ പറയാ, ഞങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ കണ്ടോ കുറെ ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഷാമി തൊട്ടതിന്റെ ഒരു സാധനം കിട്ടി, നമ്മൾ മാറ്റാൻ തന്നില്ല. ഒരു കാര്യം ചെയ്യും, ഈ പിക്ചർ മാത്രം വെട്ടിയിട്ട് നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കില്ലോ. ചെയ്യുന്നോണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ എനിക്ക് എന്റെ റൂമിലേക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം. എനിക്ക് ഓർഗനൈസർ ഇല്ലേ, അതിന്റെ കൺസോളിന്റെ മുകളിലേക്കില്ലേ, ഓർഗനൈസർ പോലെ എന്തെങ്കിലും വാങ്ങിയാൽ കൊള്ളാറുണ്ട്. അപ്പൊ പിന്നെ എസ്മി അവർക്ക് ഓർമ്മയുണ്ട്, ഷാമിന്നൊക്കെ എന്തോ വാങ്ങിത്തരാന്ന് ഈ അടുത്ത്. അല്ല ഞാൻ അതിന് പറയാം, എന്തോ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. എന്ത് വേണം ഞാൻ വാങ്ങിത്തരുമ്പോഴത്തേക്കും ഞാൻ ഓർക്കുന്നില്ല. അനക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല. ഉണ്ടാവും. പിന്നെ ഞാൻ ഇവർക്ക് എപ്പോഴും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നതാണ്, എനിക്ക് അതങ്ങനെ ഓർമ്മ ഉണ്ടാകാറില്ല. അത് അനക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. അത് എനിക്ക് തീരെ ഓർമ്മയില്ല, സോറി. ഞങ്ങളിവിടെ ഒരു ഫ്ലവറിന്റെ സാധനം കണ്ടേ. ഇത് കണ്ടത് 3 ആള് ഞാൻ ഇതെടുത്തു. ഇത് നോക്കുന്ന രസാ. എടുക്കണമെന്നുണ്ട്, പക്ഷെ എന്റെ റൂമിൽ ഇത് വെക്കാൻ എന്റെ റൂമിൽ വെക്കാൻ ഒരു തുള്ളി സ്ഥലമല്ലേ, എന്നിട്ട് ഞാൻ ഇത് എടുത്തില്ലേ. ഞാൻ ഇതിന്റെ ചെറുതായിട്ട് എടുത്തത് ആ ഒരു ഗ്രീൻ, ആ ഒരു തീമില്. അഞ്ചിന്റെ ഗ്രീൻ തീമിലെ. എനിക്കിത് എവിടെ വെക്കണം എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടം. എന്ത് രസം അത് കാണാൻ. ചിലപ്പോൾ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടെങ്കിൽ ഞാൻ അത് ഇതുണ്ടോ? ഇവിടെ ഫുള്ള് ഈ ഫ്ലവേഴ്സ് ആണ്. നമ്മള് മറ്റേ സ്വപ്നക്കൂട് സിനിമയില്ലേ, അത് തന്നെ. അഞ്ചേതാ പുറകെ എന്തോ തപ്പിയെടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ട ഒരുപാട് സാധനങ്ങൾ കിട്ടും ഗൈസ്. അത് നല്ല രസമുണ്ട്. പക്ഷെ അത് കുറച്ച് വലുതായി പോയില്ലേ? അതാണ് പ്രശ്നം. ലെമണിന്റെ ചെടി എനിക്ക് ഇഷ്ടമായി ഗൈസ്. ഞാനിവിടെ ടുലിപ്സ് കണ്ട് ഞാൻ കുറേ കാലമായിട്ട് അന്വേഷിച്ച് നടക്കുന്ന സാധനം കേട്ടോ. അപ്പം ഞാൻ ഇത് വാങ്ങിച്ചു. ഈ സാധനം കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. ഈ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നത് സ്റ്റൂളാണ് കേട്ടോ, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഗൈസ്. 5 ശ്രീനെ വിളിക്കാൻ പോയിട്ടുണ്ട് ഇതിൻ്റെ അഭിപ്രായം ചോദിക്കാൻ. ശ്രീക്ക് വന്നിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ റൂമിലിടാനുള്ള സ്ഥലം ഇതിനില്ല. പിന്നെ ഒരു സ്ഥലമുള്ളതെന്ന് പറഞ്ഞാൽ ആ ടേബിളിൻ്റെ അടുത്തുള്ള ആ അലമാരല്ലേ, ആ അലമാരൻ്റെ അപ്പുറത്തെ സൈഡിൽ വേണമെങ്കിൽ ഒരു ഷോ പീസായിട്ട് ഇടാം, അങ്ങനെ പറ്റുള്ളൂ. വിങ്ക് എങ്ങനെ ഉണ്ടാവും? പക്ഷെ സ്ഥലമില്ല. സ്ഥലം ഒരു പ്രശ്നമാണ്. അവിടെ വെറുതെ റിലാക്സ് ആയി ഇങ്ങനെ
നല്ലതാണ്. ഇത് ഇവിടെ ഇരിക്കുന്ന സ്ഥലം. ഓ ഇവിടെ ഇരിക്കുന്ന സ്ഥലം അല്ലേ? ആ അതൊന്ന് നിലത്തിട്ടിട്ട് കാണിച്ചത് ആള് വരുന്നുണ്ട്. നമുക്കിത് നിലത്തിട്ടോക്കാം. അതാ കളർ കൊള്ളാട്ടോ. രസമുണ്ട്. സ്ഥലപ്പത്ത് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കന്നെ. നല്ല സ്ഥലം എടുത്തോളൂ. ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തത്. ഇത് 5 ഇന്നമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാട്ടോ. ഇതിലിങ്ങനെ വെളിച്ചെണ്ണ ഓയിൽ എന്ത് വെച്ച് വെക്കാം. ഇത് ഞാൻ എൻ്റെ ബെഡിലേക്ക് വാങ്ങിയതാട്ടോ. ഈ ഒരു ബെഡ്ഷീറ്റ്, യൂണിക്കോണിൻ്റെ ഒരു ബെഡ്ഷീറ്റ്, പർപ്പിൾ ശ്രീയുള്ള കൊളാബറേഷൻ ആണ് ഞാൻ. എന്റെ ഇൻഫ്ലുവൻസ് കാരണം ഷാമി ഇത്രയും മാറി. അതെ, വെറും ബ്ലാക്ക് മാത്രം യൂസ് ചെയ്ത് ബ്രൗൺ മാത്രമേ കുട്ടി യൂസ് ചെയ്തോണ്ട്. ഞാൻ നിങ്ങളെ പരിചയപ്പെട്ട തുടങ്ങിയ സമയത്ത് ബ്ലാക്ക്, മെറൂണ്, ഒരു ഡാർക്ക് ഗ്രീൻ, ഈ 3 കളറിൽ ഞാൻ എന്താ പുച്ഛം. ഡാർക്ക് ഗ്രീൻ അല്ല, മെറൂണ് മെയിൻ ആയിട്ട്. അതിനുശേഷം ഇപ്പൊ എന്ത് കളർഫുൾ ആയി ലൈഫ്. കണ്ടോ, തന്നതല്ല, അത് ഞാൻ എടുത്തെന്ന് പറഞ്ഞത്. ഇത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ബാക്കിയൊക്കെ 5 എന്തൊക്കെ വാങ്ങിയ. പിന്നെ ഈ യെല്ലോ ഫ്ലവേഴ്സ് ഞാൻ വാങ്ങി. മറ്റേ ഫ്ലവർ എനിക്ക് വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വെച്ചു. ഇത് ഞാൻ വാങ്ങി. 5 5 വാങ്ങിയില്ല. 5 വീട്ടിലേക്കാണ് വീട്ടിലേക്ക് ഒരു തവ, മാറിയിരിക്കുന്നത്. ഒരു തവ, ആ തലേന്ന് ദോശ ഉണ്ടാക്കുമ്പോൾ എണ്ണ ഒരു ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് വാങ്ങി. 3 കപ്പ്. 3 ഓക്ക് വേണ്ടി 3 കപ്പ്. ഒന്നായിട്ട് കിട്ടൂല, അതുകൊണ്ട് ഒരു സെറ്റ് വാങ്ങിയതാ. പിന്നെ ഇതിൽ ബാക്കി കാണുന്നൊക്കെ 5 വാങ്ങിയതാണ്. പിന്നെ ഇത് എനിക്ക് 5 എടുത്തെന്നാ കേട്ടോ. എൻ്റെ ഷോൾ അലമാരയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹാങ്ങർ. ഇതിൽ പൊട്ടുന്ന എന്തൊക്കെയോ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിയിട്ട് സ്ത്രീക്ക് സ്റ്റെയർ ഇറക്കണം. അല്ല ഞാനില്ലേ നല്ല മഴ, നല്ല രസം. നിങ്ങളുടെ മഴ കാണിച്ചു. നല്ല ഭംഗിയിൽ ഇവിടെ കാണാൻ. നമ്മൾ ഇതിലൂടെ വരലില്ലല്ലേ? നമ്മൾ ഈ പരിസരത്തേക്ക് വരാറില്ല. നമുക്ക് സ്റ്റെയർ ഇറങ്ങിയാലോ? അത് ഞാൻ പിടിക്കാം. എന്നാ ലിഫ്റ്റ് പോവാ. നല്ല കാലാവസ്ഥ. ഇതെന്ത് ലിഫ്റ്റ്? ഗൈസ്, ഇത് സർവീസ് ലിഫ്റ്റ് ആണെന്ന് തോന്നുന്നു. മീനൊക്കെ മണക്കുന്നുണ്ട് ഇതില്. അമ്മേ, നമ്മള് കാർ വാഷ് ചെയ്യാൻ കൊടുത്തല്ലേ, അത് ഏകദേശം ഈ ഒരു സ്ഥലത്തായിട്ട് വരും. മറ്റേത് നമ്മൾ അപ്പുറത്ത് ഇറങ്ങിയിട്ട് താഴത്ത് കൂടെ ഇത്രയും ദൂരം ഇപ്പുറത്തേക്ക് ഇറങ്ങണം. കറക്റ്റ് കാറിന്റെ സ്ഥലത്ത് തന്നെ എത്തുന്നു. ഞങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തി കഴിച്ച. ലുക്കായി ഇപ്പൊ മഴ പെയ്ത കഴിഞ്ഞു കഴിച്ചു. പുറത്ത് മഴ പെയ്ത ചളിയാവും ഇനി കഴുകിയതിന്. ഇതിപ്പോ തിരിച്ച് വീട്ടിലെത്തുമ്പോ ഫോട്ടോസ് അതിനെക്കാട്ടി കാണിച്ചു കൊടുക്കുന്നാല് ഇപ്പൊ 2 കയ്യില് സാധനം ഞാൻ ഡിക്കിയിൽ വെച്ചിട്ട് കാണിച്ചു കൊടുക്കാം. ഇതാട്ടോ ഞാൻ വാങ്ങിയ കപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊന്ന് ബ്ലൂ, ഇങ്ങനത്തെ പൂക്കളം ഇതൊക്കെ ഉള്ള ഒരു എന്തോ ഒരു ഭംഗിയില്ല. ഇങ്ങനത്തെയൊക്കെ നമ്മുടെ സോഫയും കാര്യങ്ങളൊക്കെ ഫ്ലോറലായിട്ട്. ഇതൊരു ലാവൻഡർ ഷെയ്ഡ്, ഇതൊരു വൈറ്റ്. കൊറേ നേരം ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. എനിക്കിത് കാണിച്ചു തരണോ, എനിക്കിത് കാണിച്ചു തരണം എന്ന് പറഞ്ഞ ഒഴിവില്ലാത്തോണ്ട് കാണിച്ചു തരാൻ പറ്റാതെ. പോവാ പോവാന്ന് പറഞ്ഞാൽ ഈ കാർ എടുത്ത് ഫ്രണ്ടിലേക്ക് ഇടുക, എന്നിട്ട് പിന്നെ ഹൈലൈറ്റിലേക്ക് തന്നെ കയറുക. ഗൈസ്, നമുക്കൊരു കാര്യമുണ്ട്. ഇതുവരെ നമ്മൾ കാക്കനെ കാർഡ് യൂസ് ചെയ്തിട്ടില്ല. ഇതുവരെയൊക്കെ ഞങ്ങൾ പർച്ചേസിലാണ്. പാവല്ലേ വിചാരിച്ച് ഞങ്ങളതായിട്ടുള്ള പൈസ എടുത്താണ് പർച്ചേസ് ചെയ്തത്. ഇതുവരെ വിളിച്ചിട്ടില്ല കാർഡിന് പൈസ പോയത്. പക്ഷേ ഇനിയാണ് ഞങ്ങൾ കാക്കന്റെ കാർഡിൽ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഡ്രസ്സ് വരെയൊക്കെ കിട്ടിയില്ലല്ലോ. അപ്പൊ ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോകാം. നമുക്ക് 3 പേർക്ക് ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കാം. ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കാം. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് വീണ്ടും ഇവിടേക്ക് തന്നെ തിരിച്ചു കയറാണ് ഗൈസ്. ഞങ്ങൾക്ക് ഒരു ആദ്യമായിട്ട് വരുന്ന ഫീലല്ലേ. ഒന്നുകൂടെ ഞങ്ങൾ പിന്നെ ഹൈലൈറ്റിലേക്ക് എത്തിയല്ലോ. ഇപ്പൊ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ആരും ഇല്ലേനും. കാലായി കിടക്കുക. ആ ലിഫ്റ്റ് കയറിയിട്ട് നമുക്ക് നേരെ എവിടാ പോവാ? നമുക്ക് ഫസ്റ്റ് ഡ്രസ്സ് എടുക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് മിനിസോയിൽ പോവാം. പോയിട്ട് നമുക്ക് സലൂണിന്റെ അടുത്തുനിന്ന് ചിലവാക്കാനുള്ള കുറച്ച് പൈസ ചിലവാക്കാം. അപ്പോൾ ഓക്കെ അതേ ചിലവാക്കുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ കൂടുതൽ ചിലവാക്കും. അതാണ് ഞങ്ങൾ സെയിം ആയിട്ട് ഇതെടുത്തുക്കണം. ശ്രീക്ക് വേണ്ടല്ലോ ഇത്. ശ്രീക്ക് കളർ ഇഷ്ടപ്പെട്ടില്ല. ഇത് ശ്രീക്ക് ഭയങ്കര എടുക്കണോ? ഈ ലോക്ക് വേണ്ട എടുത്തോട്ടോ. ഓൾക്ക് ഇത് എനിക്ക് ഇഷ്ടപ്പെടാ. പിന്നെ മഞ്ഞ പോലത്തെ ഒന്നെന്ന് പറഞ്ഞു. മഞ്ഞ പോലത്തെ ഒന്ന് ഇതാണ്. ആണെങ്കിൽ ഏതൊക്കെ എടുത്തോട്ടെ. ഇത് കൺസോൾമേലേക്ക് ഓക്കെ അല്ലേ? പക്ഷെ ഒരു ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ഒരു സ്കൈ ബ്ലൂ കിട്ടിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിങ്ക് ഇന്റേത് 2 ഫ്ലവർ വേസും പിങ്ക് ആണ്. ഓക്കെ അല്ലേ? അത് പിങ്ക്, ലൈറ്റ് പിങ്ക് അല്ലേ, അത് രസമുണ്ടാവും. ഞാൻ ഇതിന് വോട്ട് ചെയ്യും. എന്നാ പിന്നെ അതെടുക്കാം. ഞാനതാ പറഞ്ഞത്.
പക്ഷെ ഓള് പറഞ്ഞു അല്ല ഞാൻ തന്നെ പറഞ്ഞു മറ്റേത് പിങ്കല്ലേ അല്ലേ. എല്ലാ കുറ്റിൻ്റെ മേലേക്ക് ഇടരുത്. ഇത് വേണ്ട ഗൈസ്. അപ്പോൾ പിങ്ക് എടുക്കാം. ആ ബാസ്ക്കറ്റ് ഒന്ന് എടുക്കുമോ ശ്രീ? അതവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് അതിനുള്ള സമയമില്ല. അങ്ങോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ആകമില്ല. നേരത്തെ ഞാൻ മറ്റേ മുടിയിലുള്ള സാധനമില്ലേ അത് ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ വിളിച്ചു. അപ്പം ഇങ്ങനെ വരും. ഇങ്ങനെ ശ്രീ നോക്ക്. അപ്പോൾ ശ്രീ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് നോക്ക്. ഇതെന്താണത്? എയർ ഫ്രഷ്നറാ? ഇത് എയർ ഫ്രഷ്നർ അല്ല, ഇത് ഓർഗനൈസറോ അങ്ങനെ എന്തെങ്കിലും ബോക്സ് ആണെങ്കിൽ എടുത്തേനെ. ശ്രീയുടെ പോയി ശ്രീക്ക് ഒരു സാധനം കാണിച്ചേ. വാ. പക്ഷെ ഇത് എയർ ഫ്രഷ്നറാ. അയ്യോ എനിക്ക് ഇതിന്റെ സ്മെല്ല് കിട്ടില്ല. അതാ പ്രശ്നം. പക്ഷെ എന്ത് ഭംഗിയാ കാണാൻ നോക്ക്. ഇതിന്റെ ഉള്ളിൽ സാധനം നമുക്ക് എടുത്താലോ? എയർ ഫ്രഷ്നർ ആണ് പക്ഷെ ഇതിന്റെ ഉള്ളിൽ സാധനം എടുത്ത് കളയോ എന്നിട്ട് ഈ സാധനം മുകളിൽ ഇതെന്തൊരു ഭംഗിയാ കാണേ. സാരല്ലടാ, അതൊരു പെട്ടിയായിരുന്നെങ്കിൽ വാങ്ങായിരുന്നു. എന്താണത്? അതെന്ത് ഗ്ലൂ? എൻ്റെ 1 കോടി കിട്ടാൻ ഞാൻ 5 കോടി ചെലവാക്കിയാലും വേണ്ടില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. എനിക്കൊരു കള്ളത്തിന് 2 വശം പറയില്ല. വല്ല മെഴുകുതിരി ഒക്കെ ഇഷ്ടമാണെന്ന് നമ്മൾ സല്ലുവിൻ്റെ കാർഡ് ഐശ്വര്യമായിട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ അവിടെ PP മെസ്സേജ് വരും. അപ്പോൾ നമ്മളെ വിളിക്കും. നമുക്ക് നോക്കാം. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ എടുത്തുള്ളൂ. 3 ആൾക്കാരും കൂടെ കുറച്ച് അത്രമാത്രം ഒന്നും എടുത്തില്ല. അങ്ങനെ ഗൈസ് ഫൈനലി കാക്കര ക്രെഡിറ്റ് കാർഡിന് ഞങ്ങൾക്കുള്ള ഡ്രസ്സ് കിട്ടി. ഞങ്ങൾ 3 പേരും ഒരേപോലത്തെ പിങ്ക് ഷർട്ടിലാണ്. അതെ, 3 പേരും പിങ്ക് ഷർട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടി മാച്ചിങ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് സെറ്റ് ആക്കിയതാണ്. അതെ. അപ്പൊ ഇതാണ് ഗൈസ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. കാക്കന ക്രെഡിറ്റ് കാർഡിനായിരിക്കും പൈസ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി കാക്കന്റെ കാർഡ് വെച്ചിട്ട് ഞങ്ങൾ ഷർട്ട് വാങ്ങിയിരിക്കുകയാണ് ഗൈസ്. കാക്ക മെസ്സേജ് വന്നിട്ടുണ്ടാവോ? മെസ്സേജ് ഇപ്പൊ മിക്കവാറും പോയിട്ടുണ്ടാവും. പക്ഷെ വിലയൊന്നും കണ്ടില്ല അല്ലേ? അവനത്ര ഇത്രയും രാവിലെ നമ്മൾ ഇറങ്ങിയിട്ട് ഈ രാത്രി ആവാൻ നേരത്താണ് ഓന്റെ കാർഡിന് പൈസ പോയത്. അപ്പൊ പോയിക്കോട്ടെ. ചിലപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് വേറെ എവിടെയും പോയി. ഇല്ലെങ്കിൽ വിളി വരേണ്ടതാണ്. എന്തായാലും നമ്മൾ വാങ്ങുന്നു പറഞ്ഞതുകൊണ്ട് പ്രതീക്ഷിച്ചിരിക്കും. അപ്പൊ ഗൈസ് ഇനി അടുത്തെന്താ പരിപാടി? ഇനി അടുത്തൊക്കെ ഫുഡ് കഴിക്കണം, വിശക്കണം. ഞങ്ങളിതാ അപ്പവും പൊറോട്ടയും ബീഫും ആട്ടോ വാങ്ങിയത്. അപ്പൊ ഞങ്ങളിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ അടുത്ത ഒരു ഗേൾസ് ഡേ ഔട്ട് കൂടി ഇതാ അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഗേൾസ് ഡേ ഔട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലായിരുന്നു ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ച് മെയിൻ ആയിട്ടുള്ള പണികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ എന്താ പറയാ, ഞങ്ങൾ ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കാം. ഫ്രീ ആയിട്ട് നടന്നു. ഞങ്ങൾ കഴിഞ്ഞ തവണത്തേനെക്കാട്ടും കുറച്ചും കൂടെ ഒക്കെ നേരത്തെ ഇറങ്ങാൻ ശ്രമിച്ചു. അതെ, നേരത്തെ പറ്റുന്നത്ര നേരത്തെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി കുറെ നടന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ഇങ്ങനെ നടന്നിട്ട് ഞങ്ങളായിട്ട് തന്നെ ക്ഷീണിച്ചിട്ട് നിർത്തിയതാ. ശരിയാണ്. അത് സാധാരണ അങ്ങനെയല്ല. അയ്യോ സമയമായല്ലോ എന്ന് വെച്ചിട്ട് പോവുകയൊക്കെ ചെയ്യാം. ഇപ്രാവശ്യം ഞങ്ങൾക്ക് തന്നെ ക്ഷീണമായി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മതി, നിർത്താം, ഇന്നത്തേക്ക് മതി പോവാന്നുള്ള അവസ്ഥയല്ല. ഇതായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്, അതാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ ഗൈസ് ഇന്നത്തെ ഡേ ഔട്ട് ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി ഡേ ഔട്ട് ആയിരുന്നു. ഞങ്ങൾ എന്നും ഓർത്തിരിക്കാൻ ഒരു ഡേ ഔട്ട് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആ ക്രോക്സ് വാങ്ങാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ. അതിനി മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഞങ്ങൾ വാങ്ങുന്ന സമയത്ത് ഞങ്ങൾ കാണിച്ചു തരും. ഇനി ഓൺലൈനിലാണെങ്കിൽ ഇട്ടിട്ട് കാണിച്ചു തരാം. നമുക്ക് ഷോർട്സ് ആയിട്ട് എടുക്കാം. ആ ഓൺലൈനിലാണെങ്കിൽ ഞാനും ഷാമിയും കൂടി ഇട്ടിട്ട് കാണിച്ചു തരാം. അതിന്റെ കൂട്ടത്തിൽ ഞാനുണ്ട്. അതെ, ഓളത് വേറെ ടൈപ്പ് ആയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് 3 പേർക്ക് ഒരേപോലത്തെ ഡ്രസ്സ് കിട്ടി. പിങ്ക് ഷർട്ട് കിട്ടി. ഞങ്ങൾക്ക് അത് ഇഷ്ടമായി ഗൈസ്. പിന്നെ സല്ലുവിന്റെ കാർഡ് എടുത്തിട്ടാണ് പോയത് എന്നുണ്ടെങ്കിലും ഞങ്ങൾ ഭയങ്കരമായി അവനെ മുടിപ്പിക്കാനൊന്നും നിന്നിട്ടില്ല. ഞങ്ങൾ 3 പേർക്കും കൂടി ഒരേപോലത്തെ അത് എടുത്തപ്പം സല്ലുവിന്റെ കാർഡ് കൊടുത്തു. അതുകൊണ്ട് ഈ ചാലഞ്ചിൽ നമുക്ക് വാങ്ങി തരാനുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ, ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ആ ഒരു കാർഡ് കൊടുത്ത് വാങ്ങിയെന്നുള്ളൂ ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.